Okay, okay. Good evening, all. So, ഇനി ന്യൂ വ്യൂവേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോ ഇഷ്യൂ, നമ്മളിത് റെക്കോർഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നോ ഇഷ്യൂ. നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഗോൾഡിൻ്റെ അനാലിസിസ് നമ്മൾ ചെയ്യുകയാണ് നെക്സ്റ്റ് വീക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് വീക്ക് ഗോൾഡ് മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ള ഒരു അനാലിസിസാണ് നമ്മൾ ഈ ഒരു ലൈവിൽ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഒരു 5 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ട്രേഡ് ചെയ്ത് അവസാനിപ്പിച്ചത് ഇവിടെയായിരുന്നു. ലാസ്റ്റ് ട്രേഡ് ബേസ്ഡ് ഓൺ 15 മിനിറ്റ്സിലായിരുന്നു നമ്മൾ ട്രേഡ് ചെയ്തത്. നമ്മൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് അടിച്ച് ഇറങ്ങിയതാണ്. ഓക്കെ, സോ ഗോൾഡ് അറ്റ് പ്രസൻറ്റ് ഗോൾഡിലെ പ്രൈസ് 3759.85 നിൽക്കുകയാണ്. നോക്കാം. സോ ഗോൾഡിൽ വരുമ്പോൾ ഗോൾഡ് നമുക്ക് നോക്കേണ്ടത് മെയിൻലി നമുക്ക് മന്ത്ലി ചാർട്ടിൽ നിന്ന് അനാലിസിസ് തുടങ്ങണം. ഓക്കെ, സോ ഗോൾഡ് നമ്മൾ മന്ത്ലി ചാർട്ടിലെ അനാലിസിസ് ആണ് ആദ്യം ചെയ്യണത്. സോ മന്ത്ലി ചാർട്ട് ബേസ് ചെയ്തിട്ട് ഗോൾഡിൻ്റെ അറ്റ് പ്രസൻറ്റ് കണ്ടീഷൻസ് നോക്കാം. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് മന്ത്ലി ചാർട്ട്. ഓക്കെ, ഗോൾഡ് 15 മിനിറ്റ്സിലായിരുന്നു നമ്മൾ ലാസ്റ്റ് ട്രേഡ് എടുത്തത്. ഈ ട്രേഡ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലാണ് എൻഡ് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത മൂവ്മെൻറ്റ് ഈ യെല്ലോ ലൈൻ വരെയും അതിനുശേഷം ഫർദർ ഒരു ഡൗണും ആയിരുന്നു. ഓക്കെ, സോ ഇങ്ങനെയായിരുന്നു നമ്മുടെ ട്രേഡ് എൻഡ് ചെയ്തത്. ലാസ്റ്റ് ട്രേഡ് നമ്മൾ ഫ്രൈഡേ നൈറ്റ് ചെയ്തത്. ഓക്കെ, നമുക്ക് നോക്കാം. ഗോൾഡിൽ അനാലിസിസിലേക്ക് വരുമ്പോൾ ഗോൾഡ് നമുക്ക് മന്ത്ലി ചാർട്ട് നോക്കാം. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്. ഓക്കെ, സോ നമുക്ക് ഡ്രോയിങ്ങുകളെല്ലാം കളയാം. 490 ഡ്രോയിങ്സ് ആണ് നിലവിൽ. സോ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യണത്. ഓക്കെ, സോ വി ആർ അനാലിസിസിങ് മന്ത്ലി ചാർട്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാം ഒരു മിനിറ്റ്, ജസ്റ്റ് വെയിറ്റ്.
സോ ഓക്കെ, സോ നമുക്ക് അനാലിസിസിലേക്ക് കിടക്കാം. സോ വ്യൂവേഴ്സ് കുറവാണ്, നോ ഇഷ്യൂ. അവർ നമ്മുടെ റെക്കോർഡഡ് വീഡിയോസ് കണ്ടോട്ടെ, പ്രശ്നമില്ല. നമുക്ക് ലൈവ് മന്ത്ലി ചാർട്ട് അനാലിസിസിലേക്ക് വരാം. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ഗോൾഡ് ഗോൾഡ് ഷോസ് ബൈയിങ് എവിഡൻസ് ഇൻ ഓഗസ്റ്റ് മന്തിൽ ക്ലിയർ ബൈയിങ് എവിഡൻസ് വന്ന്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച അനാലിസിസിലും പറഞ്ഞതാണ്. ഓക്കെ, ആ ബൈയിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് ഗോൾഡ് മൂവ്മെൻറ്റ്, ക്ലിയർ മൂവ്മെൻറ്റ്. ഓക്കെ, 3754 ഗോൾഡിന് റെസിസ്റ്റൻസ് ഉണ്ട്. ജസ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത കണ്ടീഷനിലാണ് ഗോൾഡ് നിൽക്കുന്നത് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്. ഓക്കെ, മന്ത്ലി ചാർട്ട് ബേസ് ചെയ്തിട്ട് ലോങ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഗോൾഡിൽ ലോങ് ചെയ്യുന്ന ആൾക്കാർ ഇവിടുന്ന് ഒരു എൻട്രി എടുക്കൽ പോസിബിൾ അല്ല. ഇവിടുന്ന് എൻട്രി എടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക്, സോ ഐ വിൽ ഷോ ദാറ്റ്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് നിങ്ങൾ ലോങ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഗോൾഡ് വലിയ ക്യാപിറ്റലിൽ ഹെവി ട്രേഡുകൾ ചെയ്യുന്ന ആൾക്കാർ ട്രേഡ് എടുക്കുകയാണെങ്കിൽ, സോ ഓക്കെ, ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് എസ് എൽ വരുമ്പോൾ ഇത്രയും എസ് എൽ വരും. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ ഒരു വലിയ എസ് എൽ ആണ്. ഓക്കെ, സോ ഒരു 70 പിപ്സിന് മുകളിൽ എസ് എൽ വരും. സോ അതുകൊണ്ട് ഗോൾഡിൽ ബൈ ട്രേഡ് എടുക്കുന്ന ആൾക്കാർ എൻട്രി ഇവിടുന്ന് ചെയ്യണമായിരുന്നു. ഇനി ഒരു ന്യൂ എൻട്രി ചെയ്യുകയാണെങ്കിൽ എസ് എൽ ഹെവി എസ് എൽ വരും. ഓക്കെ, സോ മിനിമം ഇത്രയും എസ് എൽ എങ്കിലും വെക്കേണ്ടി വരും. അതായത് 45. ഓക്കെ, സോ ഇങ്ങനൊരു ട്രേഡ് പോസിബിലിറ്റി ആണ് ലോങ് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു താഴ്ച പ്രതീക്ഷിക്കാം. അതിനുശേഷം വരുന്ന എൻട്രിയിൽ മന്ത്ലി ബേസ്ഡ് നിങ്ങൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ, സോ ഇതാണ് ഗോൾഡ് മന്ത്ലി ബേസ്ഡ് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് തരാനുള്ള എവിഡൻസ്. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ഗോൾഡ് ബൈയിങ് എവിഡൻസിന് ശേഷം അതിനെ റെസ്പെക്റ്റ് ചെയ്ത് ക്ലിയർ ബൈ സൈഡ് മൂവ്മെൻറ്റ്. ഓക്കെ, സോ ആ ബൈ സൈഡ് മൂവ്മെൻറ്റ് വന്നിട്ട് ഒരു റെസിസ്റ്റൻസിൽ നിൽക്കുകയാണ്. ആ റെസിസ്റ്റൻസ് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത്, നമ്മൾ റെസിസ്റ്റൻസ് കഴിഞ്ഞ വീക്കിൽ നമ്മുടെ അനാലിസിസ് പറഞ്ഞാണ് 3754. അത് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണ് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്. ഓക്കെ, നമ്മൾ ഗോൾഡ് മന്ത്ലി ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ് പറഞ്ഞത്. ഈ എവിഡൻസ് നമുക്ക് ഓഗസ്റ്റ് മന്ത് അവസാനിച്ചപ്പോഴും നമുക്ക് കിട്ടിയതാണ്. നമ്മളത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഓക്കെ, ലോങ് ചെയ്യുന്ന ആൾക്കാർ, ഗോൾഡിൽ ലോങ് ചെയ്യുന്ന ആൾക്കാർ എൻട്രി എടുക്കണമെങ്കിൽ, ഇനി ഒരു പുതിയ എൻട്രി എടുക്കണമെങ്കിൽ ജസ്റ്റ് ഒരു ഫോളോ വരുമ്പോൾ അതിനെ ബേസ് ചെയ്തേ ട്രേഡ് എടുക്കാവുള്ളൂ. ഓക്കെ, സോ നമുക്ക് മന്ത്ലി ചാർട്ട് ഇതാണ് കണ്ടീഷൻ. നമുക്ക് വരേണ്ടത് ഇനി ഡേ ചാർട്ടിലേക്കാണ്, അല്ല വീക്കിലി അനാലിസിസിലേക്കാണ് നമുക്ക് വരേണ്ടത്. ഗോൾഡിലെ വീക്കിലി അനാലിസിസ് നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യാം, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഗോൾഡ് വീക്കിലി അനാലിസിസ് വരുമ്പോൾ, കാര്യം നമ്മൾ അൺഡു ചെയ്യുന്നത് നമ്മുടെ കുറേ ഡ്രോയിങ്സ് കിടപ്പുണ്ട്, അത് നമ്മൾ കളയാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മൾ ഇനി വീക്കിലി അനാലിസിസിലേക്കാണ് പോകുന്നത്. ഗോൾഡ് വീക്കിലി അനാലിസിസ്, ബേസ്ഡ് ഓൺ വീക്കിലി അനാലിസിസ്. ഓക്കെ, സോ നമ്മുടെ ഒരു 490 ഡ്രോയിങ്സ് കിടക്കുകയാണ്. അത് നമ്മൾ ഈ മന്തിൽ ക്ലിയർ ചെയ്ത് കളയും. അല്ലെങ്കിൽ നോക്കാം, കീ പോയിൻറ്റ്സുകളുണ്ട്, അത് കാരണമാണ് നമ്മൾ അതിനെ കളയാത്തത്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ വീക്കിലി അനാലിസിസ് ഗോൾഡ്, ഗോൾഡ് വീക്കിലി ചാർട്ടാണ്. സോ ബേസ്ഡ് ഓൺ വീക്കിലി അനാലിസിസ് ഗോൾഡ്
ഗോൾഡ് ഈ ഒരു എവിഡൻസ്, അതായത് ഒരു സെൽ എവിഡൻസ് ഓഗസ്റ്റ് 2nd വീക്കിൽ തന്നെയാണ്. എന്നാൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യാതെയുള്ള അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴ് അറ്റ് പ്രസൻറ്റ് ഗോൾഡ് ഒരു റെസിസ്റ്റൻസിലാണ് ബേസ്ഡ് ഓൺ വീക്ക്ലി അനാലിസിസ്. ഓക്കെ, വീക്ക്ലി അനാലിസിസിൽ ഗോൾഡ് ഈ ഒരു സെല്ലിംഗ് എവിഡൻസ് തന്നിട്ടുണ്ട്. അത് ഓഗസ്റ്റ് 2nd വീക്കിലാണ് തന്നേക്കുന്നത്, ഓഗസ്റ്റ് 2nd വീക്കിൽ. ഓക്കെ, എന്നാൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യാണ്ടുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് അത് ഈ റെസിസ്റ്റൻസിൽ നിൽക്കുകയാണ്. ഇനിയൊരു ഫോൾ ഉണ്ടായി ഇതിനെ റെസ്പെക്റ്റ് ചെയ്ത് ഇതിൽ താഴേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അത് വീക്ക്ലി ബേസ്ഡ് ഗോൾഡിൽ സംഭവിക്കുമെന്നുള്ളത് ചാൻസസ് നോക്കാം. ഗോൾഡിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഗോൾഡ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ US എക്കണോമി, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡയറക്റ്റ്ലി അവിടെ ഉണ്ടാകുന്ന ഏത് ഇഷ്യൂസും ഗോൾഡിനെ ബാധിക്കാറുണ്ട്. ഓക്കെ, സോ ടെക്നിക്കലി ഗോൾഡ് ഇവിടെ ഒരു സെല്ലിംഗ് എവിഡൻസ് തന്നായിരുന്നു. ഓക്കെ, അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഗോൾഡിലെ മൂവ്മെൻറ്റ് ഇപ്പോഴ് ബേസ്ഡ് ഓൺ വീക്ക്ലി അനാലിസിസ് ഗോൾഡ് ഒരു റെസിസ്റ്റൻസിലാണ്. ഓക്കെ, ഇനി ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്താൽ അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് ആഫ്റ്റർ 4000 ആണ്. 4000 ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്യും. ഓക്കെ, സോ ഗോൾഡ് വീക്ക്ലി അനാലിസിസ്, ബേസ്ഡ് ഓൺ വീക്ക്ലി അനാലിസിസ് റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്താൽ ഗോൾഡ് 4000 കടക്കും. ഓക്കെ, അടുത്ത മന്ത് നോക്കാം. മന്ത്ലി ചാർട്ട് ഒന്ന് നോക്കിക്കോട്ടെ. ഒന്നുകൂടി മന്ത്ലി ചാർട്ടും കൂടി ഒന്നുകൂടി നോക്കാം. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്. ഓക്കെ, നെക്സ്റ്റ് മന്ത്. ഓക്കെ, ഗോൾഡിൽ ഈ ഒരു മൂവ്മെൻറ്റ്, അതായത് ഈ ബുള്ളിഷ് എവിഡൻസിനെ ഗോൾഡ് മന്ത്ലി ചാർട്ടിൽ ക്ലിയർ ബുള്ളിഷ് എവിഡൻസ് ഇൻ ഓഗസ്റ്റ് മന്ത്, അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് ഇപ്പോൾ റെസിസ്റ്റൻസിൽ നിൽക്കുകയാണ്. ഈ ബുള്ളിഷ് ട്രെൻഡ് തുടരുകയാണെങ്കിൽ, അതായത് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയാൽ ഗോൾഡ് 4000 കടക്കും. ഓക്കെ, സോ ഹായ്, ഇത് ഇന്നിപ്പോൾ നമ്മൾ ഗോൾഡിൻ്റെ ഒരു നെക്സ്റ്റ് വീക്കിലേക്കുള്ള അനാലിസിസ് ആണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തുടരാം. ഓക്കെ, സോ ഗോൾഡ് ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് നമ്മളിപ്പം ഗോൾഡിലൊരു നെക്സ്റ്റ് വീക്കിലേക്കുള്ള അനാലിസിസ് ആണ് ചെയ്യണത്. ഗോൾഡിൻ്റെ മന്ത്ലി ചാർട്ടാണിത്. മന്ത്ലി ചാർട്ടിൽ ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് ക്ലിയർ ബൈയിങ് എവിഡൻസ് തന്നിട്ടുണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്ത് ബുള്ളിഷ് മൂവ്മെൻറ്റ്, ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്. ഈ ബുള്ളിഷ് മൂവ്മെൻറ്റ് തുടരുവാണെങ്കിൽ ഗോൾഡ് 4000 ബ്രേക്ക് ചെയ്യും. ഗോൾഡിന് ഇനി അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് 4235.990 ഓക്കെ, ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്. അപ്പോൾ ലോങ് ചെയ്യണ ആൾക്കാർ ബേസ്ഡ് ഓൺ മന്ത്ലി മന്ത്ലി ചാർട്ടിനെ ബേസ് ചെയ്ത് ഗോൾഡിൽ ട്രേഡ് ചെയ്യണ ആൾക്കാർ എൻട്രി എടുക്കാൻ ഇപ്പോഴും ഒരു അവസരമില്ല. ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. കാര്യം ഇപ്പം അറ്റ് പ്രസൻറ്റ് നിങ്ങളൊരു എൻട്രി എടുത്താൽ SL വെക്കണമെങ്കിൽ ഹെവി SL വെക്കണം. ഓക്കെ, സോ നമുക്കിനി ഗോൾഡിൽ വരുന്നത് വീക്ക്ലി അനാലിസിസ് നമ്മൾ ചെയ്തു. വീക്ക്ലി അനാലിസിസിൽ ഗോൾഡ് വീക്ക്ലി ചാർട്ടിൽ ഒരു സെല്ലിംഗ് എവിഡൻസ് തന്നിട്ടുണ്ട്. എന്നാൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യാതെയുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. അതും റെസിസ്റ്റൻസ് ലെവലിലാണ് നിൽക്കുന്നത്. ഇനി അതിനെ റെസ്പെക്റ്റ് ചെയ്തൊരു ഫോൾ വരികയാണെങ്കിൽ ഈ ഒരു ലെവലിൽ താഴേക്ക് വരും. അതിനുള്ള ചാൻസസ് 3331 താഴെ വരണം. അതിനുള്ള ചാൻസസ് കുറവാണ്. ഓക്കെ, സോ ഗോൾഡ് എൻറ്റയർലി ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഹെവി ട്രെൻഡ് ചേഞ്ച് വന്നാൽ മാത്രമേ ഈ ഒരു എവിഡൻസിന് റെസ്പെക്റ്റ് ചെയ്ത് ഫോൾ വരുള്ളൂ. ഓക്കെ, സോ ഇതാണ് വീക്ക്ലി അനാലിസിസ് വരുമ്പോൾ ഗോൾഡിൽ. നമുക്കിനി നോക്കേണ്ടത് ഗോൾഡിൽ ഡേ ചാർട്ടാണ്, ഡെയിലി അനാലിസിസ് ആണ്. ഓക്കെ, ഗോൾഡ് ഡെയിലി ക്യാൻഡിൽസിൻ്റെ അനാലിസിസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. സോ നമ്മളിങ്ങനെ അണ്ടു അടിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ഈ ഡ്രോയിങ്ങുകൾ നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ്. നമുക്ക് ഡേ ചാർട്ടിലേക്ക് വരാം. ഗോൾഡ് ഇൻ എ ഡേ. ഓക്കെ,
ഗോൾഡ് ഡേ ചാർട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോണത്. ഓക്കെ, അറ്റ് പ്രസൻറ്റ് ഗോൾഡ് ഡേ ചാർട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ ഉണ്ടായിരുന്നപ്പോഴും നമ്മൾ പറഞ്ഞതാണ്, നമ്മളത് ആ എവിഡൻസ് നമ്മൾ കണ്ടതാണ്. ഓക്കെ, ബേസ്ഡ് ഓൺ ഡേ ചാർട്ട് ഡെയിലി ക്യാൻഡിൽ ഗോൾഡ് ഷോസ് ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ഇൻ വെനസ്ഡേ. ഓക്കെ, ലാസ്റ്റ് വെനസ്ഡേയിൽ ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് തന്നിട്ടുണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്ത് ഒരു ഡൗൺ സൈഡ് ഫോളോ ഉണ്ടായിട്ടില്ല. ഓക്കെ, ദാറ്റ് മീൻസ് അതുമാത്രമല്ല, ബേസ്ഡ് ഓൺ ഡെയിലി ക്യാൻഡിൽ ഗോൾഡ് റെസിസ്റ്റൻസിൽ നിന്നും റിജക്ഷൻ ഉണ്ടായേക്കുവാണ്. ഓക്കെ, 3791.885 ഗോൾഡിൻ്റെ ഡെയിലി ക്യാൻഡിലിൻ്റെ ബേസിലുള്ള റെസിസ്റ്റൻസ് വരുന്നത്. ആ റെസിസ്റ്റൻസിൽ നിന്ന് റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യാൻഡിലിനെ റെസ്പെക്റ്റ് ചെയ്ത് സൂം ചെയ്ത് കാട്ടാം. ബേസ്ഡ് ഓൺ ഡേ ക്യാൻഡിലിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടൊരു ഫോള് വന്നാൽ ഷുവറായിട്ടും 3718 താഴേക്ക് പോകും. ഓക്കെ, 3718 താഴേക്ക് ഒരു ഫോൾ വരാനുള്ള ചാൻസസ് ഗോൾഡിൽ നെക്സ്റ്റ് വീക്ക് ഉണ്ട്. ബിക്കോസ് ഗോൾഡ് വെനസ്ഡേ ക്ലിയർ ഷോസ് എ സെല്ലിംഗ് എവിഡൻസ്. ഓക്കെ, അതുമാത്രമല്ല ഗോൾഡിൽ റിജക്ഷൻ വന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് 3791.885 ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ട്രേഡ് അവസാനിപ്പിച്ചപ്പോൾ ഇത്രയും റിജക്ഷനാണ് ഉണ്ടായത്. സോ നെക്സ്റ്റ് വീക്കിൽ ഒരു ഫോളിനുള്ള ചാൻസസ് കൂടുതലാണ്. നോക്കാം, അങ്ങനെയാണെങ്കിൽ ഗോൾഡ് ഇതിലും താഴേക്ക്, അതായത് 3718 താഴേക്ക് ഫോൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ബേസ്ഡ് ഓൺ ഡേ ക്യാൻഡിൽ നമ്മളിപ്പം ഗോൾഡ് 1 ഡേ ചാർട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യണത്. നമ്മൾ മന്ത്ലി ചാർട്ട് അനാലിസിസ് ചെയ്തു, വീക്ക്ലി ചാർട്ട് അനാലിസിസ് ചെയ്തു. അതിൽ 1 മന്ത് മന്ത്ലി ചാർട്ടിൽ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ടിൽ ക്ലിയർ ബൈയിങ് എവിഡൻസ്, അതിനുശേഷം പക്ക ബുള്ളിഷ് മൂവ്മെൻറ്റ്. ആ ബുള്ളിഷ് മൂവ്മെൻറ്റ് വന്നിട്ട് റെസിസ്റ്റൻസിൽ നിൽക്കുകയാണ്. ഗോൾഡ് ജസ്റ്റ് ബ്രേക്ക് റെസിസ്റ്റൻസ്. അങ്ങനെയാണ് മന്ത്ലി ചാർട്ടിൻ്റെ അവസ്ഥ. വീക്കിലി പിവോട്ട് പോയിൻറ്റ്സ് യൂസ് ചെയ്യുന്ന പിവോട്ട് പോയിൻറ്റ്സ് ഓക്കെ, വീക്കിലി നമ്മൾ അനാലിസിസ് ചെയ്തപ്പോൾ ക്ലിയറായിട്ട് ഒരു സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്. ബട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യാതെയുള്ള മൂവ്മെൻ്റാണ് ഗോൾഡിൽ വന്നിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ഡേ ക്യാൻഡിൽ നമുക്ക് ഒരു ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്. ആ സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് അടുത്ത ആഴ്ച ഒരു ഫോള് വന്നാൽ ഷുവറായിട്ടും 3717.758 താഴേക്ക് ഗോൾഡ് ഫോള് വരും. ഓക്കെ, ഗോൾഡിൽ അങ്ങനെ ഫോള് വന്നാൽ അടുത്തൊരു സപ്പോർട്ട് വരണത് ഷോ ചെയ്യാം. ഗോൾഡ് സപ്പോർട്ട് നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് 707 ലെവല്. ഓക്കെ, നമുക്കിപ്പം ബേസ്ഡ് ഓൺ ഡേ ചാർട്ടിൽ മാത്രമാണ് ഒരു സെല്ലിംഗ് എവിഡൻസ് ഉള്ളത്. അതുപോലെ തന്നെ വീക്ക്ലി ചാർട്ടിൽ ഒരു സെല്ലിംഗ് എവിഡൻസ് ഉണ്ടായിരുന്നു. ബട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യാതെയുള്ള മൂവ്മെൻ്റാണ് ഗോൾഡിൽ. ഗോൾഡ് ക്ലിയർ ബുള്ളിഷ് മൂവ്മെൻറ്റിലാണ്. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് നമുക്ക് ബൈയിങ് എവിഡൻസ് ഓഗസ്റ്റ് മന്തിൽ തന്നു. അതിനെ റെസ്പെക്റ്റ് ചെയ്ത് നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, സോ ഇതാണ് ബേസ്ഡ് ഓൺ ഡേ ക്യാൻഡിൽ അനാലിസിസ്. ഓക്കെ, ബേസ്ഡ് ഓൺ ഡേ ചാർട്ട് ഒരു സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്. ആ സെല്ലിംഗ് എവിഡൻസിനെ ഇപ്പോൾ ഗോൾഡ് റെസിസ്റ്റൻസിൽ റിജക്ഷൻ വന്നു 3791.885. ഓക്കെ, സോ ഇനി ഫോള് വന്നു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് വരുന്നത് ഈ ഒരു ലെവലിലാണ്, 3708 ലെവൽ. അതിന് താഴെയുള്ളത് ഒരു ക്ലിയർ സെല്ലിംഗ് ഏരിയ ആണ്. ഇത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, സോ ഗോൾഡിലെ ഡെയിലി ക്യാൻഡിൽ അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് 4 ഹവറിലേക്ക് പോകാം. 4 ഹവർ അനാലിസിസ് ചെയ്യാം. ഓക്കെ,
സോ based on 4 hour നോക്കാം ഗോൾഡ്. ഫോർ അവറിൽ ഗോൾഡ് based on 4 hour gold shows a buying evidence. Okay, based on 4 hour gold shows a buying evidence in 25th Thursday 10:30 IST യുടെ ക്യാൻഡിൽ. ഓക്കെ, സോ ഗോൾഡിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ 4 അവറിൽ ഓക്കെ. ഗോൾഡ് 4 അവറിൽ ബേസ്ഡ് ഓൺ 4 അവർ 25th സെപ്റ്റംബർ 10:30 യുടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് ക്ലിയർ ബൈയിങ് എവിഡൻസ് ആയിരുന്നു. അതിനെ റെസ്പെക്റ്റ് ചെയ്ത് ബൈ സൈഡിലേക്ക് മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഈ ഒരു ക്യാൻഡിൽ എൻഡ് ആയിട്ടില്ല. സോ ഇനിയൊരു പുതിയ ബൈയിങ് എവിഡൻസ് ഓർ സെല്ലിങ് എവിഡൻസ് വരുമോ എന്നുള്ളത് നോക്കണം. അത് മാത്രമല്ല സ്റ്റൊക്കാസ്റ്റിക്സ് ലെവലും നോക്കാം. ഓക്കെ, സോ ഇനി ഈ ബേസ്ഡ് ഓൺ 4 അവർ ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഡൗൺ സൈഡ് ഫോൾ വരും. ഓക്കെ, സോ ഗോൾഡ് ബേസ്ഡ് ഓൺ ഡെയിലി ക്യാൻഡിൽ നമുക്ക് സെല്ലിംഗ് എവിഡൻസ് തന്നിട്ടുണ്ട് വെനസ്ഡേയിലെ. അതിനെ റെസ്പെക്റ്റ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് ഒരു ഫോൾ വരുവാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഫോൾ വരും. ഓക്കെ, സോ 4 അവറിൽ അടുത്ത സപ്പോർട്ട് വരുന്നത് 3751.054 ആ ഒരു ലെവലിലാണ് അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരുന്നത്. അതിനെ ബ്രേക്ക് ചെയ്താലാണ് ഫോൾ വരിക. അങ്ങനെ ഫോൾ വരുവാണെങ്കിൽ ഈ ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ഗോൾഡ് 1 അവർ ആണ് നോക്കേണ്ടത്. സോ നമുക്ക് 1 അവർ ചാർട്ടിലേക്ക് വരാം. ഗോൾഡ് 1 അവർ. സോ ഗോൾഡ് 1 അവർ നോക്കുമ്പോൾ 1 അവറിൽ ഗോൾഡ് ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് തന്നിട്ടുണ്ട് ബേസ്ഡ് ഓൺ 1 അവർ ചാർട്ട്. ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് അത് 26 സെപ്റ്റംബർ 9:30 PM ക്യാൻഡിൽ. ഓക്കെ, അതിനെ റെസ്പെക്റ്റ് ചെയ്ത് ക്ലിയർ ഡൗൺ സൈഡ് ഫോള്. ഓക്കെ, ഇനി ഗോൾഡിൽ ക്ലിയർ ഒരു സെല്ലിംഗ് ഏരിയ ആണുള്ളത്. ആ സെല്ലിംഗ് ഏരിയയിലേക്ക് മൂവ്മെൻറ്റ് വന്നാൽ ഗോൾഡ് ഫോളിനുള്ള ചാൻസസ് പറയാം. ഗോൾഡ് ഫോളിനുള്ള ചാൻസസ് ഓക്കെ. സോ ഈ ഒരു ലെവലിലേക്ക് ഗോൾഡ് ഫോൾ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ 1 അവർ ഈ ഒരു ലെവലിലേക്ക് ഗോൾഡ് ഫോളിനുള്ള ചാൻസസ് ഉണ്ട്. 3743 ലെവൽ. ഓക്കെ, സോ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഡൗൺ സൈഡ് ഫോള്.
ഗോൾഡ് ബേസ്ഡ് ഓൺ 1 hour ചാർട്ട് നമുക്ക് ഒരു ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്. സെല്ലിംഗ് എവിഡൻസ് അത് ഫ്രൈഡേ 9:30 ക്യാൻഡിൽ എൻഡ് ചെയ്തത് ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ആണ്. അതിനെ റെസ്പെക്റ്റ് ചെയ്ത് ഒരു ഡൗൺ സൈഡ് ഫോള്. ഇനി നമുക്ക് നോക്കേണ്ടത് ഗോൾഡ് 30 മിനിറ്റ്സ് ആണ്. 30 മിനിറ്റ്സിലേക്ക് നമുക്ക് വരാം. ഗോൾഡ് ബേസ്ഡ് ഓൺ 1 hourലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആഫ്റ്റർ അനാലിസിസ് നിങ്ങൾക്ക് ചോദിക്കാം. സോ ബേസ്ഡ് ഓൺ പിവോട്ട് പോയിൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പിവോട്ട് പോയിൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് എവിഡൻസ് നമ്മളുടേതാണ്. എവിഡൻസ് നമ്മുടെ സ്ട്രാറ്റജിയിലാണ് എവിഡൻസ് മേക്ക് ചെയ്യണത്. പിവോട്ട് പോയിൻറ്റ്സിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. ബിക്കോസ് എന്തെന്ന് പറയാം, ഗോൾഡ് അപ്സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഈ പിവോട്ട് പോയിൻറ്റുകൾ ഇല്ലാണ്ട് നിങ്ങൾക്ക് പറയാൻ എങ്ങനെ സാധിക്കും? കാര്യം ഗോൾഡ് അതിൻ്റെ പുതിയ റെക്കോർഡുകളാണ് മേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നത്. കാര്യം പുതിയതായിട്ടാണ് ആ ഒരു പ്രൈസ് ഏരിയയിലേക്ക് ഗോൾഡ് മൂവ് ചെയ്യണത്. ഞാൻ കാണിക്കാം, മന്ത്ലി ചാർട്ടിൽ കാണിച്ചു തരാം. സോ ആ ഒരു ഏരിയ ആദ്യമായിട്ടാണ് ഗോൾഡ് ടെസ്റ്റ് ചെയ്യണത്. അതുകൊണ്ട് ഒരു അനാലിസിസ് ചെയ്യണ ആൾക്കും വിത്തൗട്ട് ദീസ് പിവോട്ട് പോയിൻറ്റ്സ് പറയാൻ പറ്റില്ല എവിടെയാണ് റെസിസ്റ്റൻസ് ഉള്ളത്. ഓക്കെ, സോ ഇതാണ് ഗോൾഡിലെ മന്ത്ലി ചാർട്ട് വരുന്നത്. മന്ത്ലി ചാർട്ടിൽ ഗോൾഡ് അതിൻ്റെ ഹയസ്റ്റ് എന്ന് പറയുന്നത് 3799 ആണ്. ഓക്കെ, ഈ ഒരു ഏരിയയിലൊക്കെ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ്, ഈ ഒരു ഏരിയയിലൊക്കെയുള്ള ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. മനസ്സിലായോ? ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ പിവോട്ട് പോയിൻറ്റ്സിനെയും കൂടി ആശ്രയിക്കുന്നത്. ഓക്കെ, നോ ഇഷ്യൂ. സോ ഇനി നമുക്ക് നോക്കേണ്ടത് 30 മിനിറ്റ്സിലാണ്. 1 hourൽ നമ്മൾ കണ്ടു. 1 hourൽ ഗോൾഡ് ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് തന്നു. ആ സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് ഡൗൺ സൈഡിലേക്കുള്ള ഫോള് ക്ലിയർ സെല്ലിംഗ് ഏരിയ ആണ് വരുന്നത്. ക്ലിയർ സെല്ലിംഗ് ഏരിയ. ഇനിയൊരു സപ്പോർട്ട് വരുന്നത്, ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് 3752 ആ ഒരു ലെവല്. ഓക്കെ, അവിടുന്ന് ഫോള് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫോള് ഇവിടേക്കാണ് 3743. ഓക്കെ, അതായത് മൺഡേ മോർണിംഗിൽ ഒരു ഫോള് ഉണ്ടായാൽ, ഓക്കെ, സോ ഇനി നമുക്ക് 30 മിനിറ്റ്സ് അനാലിസിസ് ചെയ്യാം. 30 മിനിറ്റ്സിലേക്ക് വരാം. ഗോൾഡ് 30 മിനിറ്റ്സിൽ വരുമ്പോൾ, ഓക്കെ, ഗോൾഡ് 30 മിനിറ്റ്സിൽ വരുമ്പോൾ ഇനി നമ്മുടെ ഡ്രോയിങ്ങിൽ കിടന്നോട്ട വിഷയമല്ല. ഗോൾഡ് 30 മിനിറ്റ്സിലെ സെല്ലിംഗ് എവിഡൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മുടെ പാസ്റ്റ് ലൈവിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് എടുത്ത ട്രേഡ് ഇത് 15 മിനിറ്റ്സ് ബേസ് ചെയ്തിട്ടാണ്. ഗോൾഡ് 30 മിനിറ്റ്സിൽ സെയിം ഫ്രൈഡേ 9:30 ക്യാൻഡിൽ ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് തന്നു. ആ സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് ഡൗൺ സൈഡ് ഫോള്. ഓക്കെ, സോ ഈ ഡൗൺ സൈഡ് ഫോളിൽ നമ്മൾ ഒരു ട്രേഡ് എടുത്തായിരുന്നു. അത് 15 മിനിറ്റ്സിന് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഗോൾഡ് നെക്സ്റ്റ് സപ്പോർട്ട് വരണത് നോക്കാം എവിടെയാണെന്നുള്ളത് ബേസ്ഡ് ഓൺ 30 മിനിറ്റ്സ്. ഓക്കെ, ഗോൾഡ് നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ വരുന്നത് 3752 ലെവൽ. 52.50 അങ്ങനെ വെച്ചോ. കാര്യം നമ്മൾ കുറച്ചും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉയർത്തിയാണ് പറയാറ്. ഓക്കെ, ആ ഒരു ലെവലിലാണ് വരുന്നത്. ഇവിടെയും നമ്മൾ ഫോളിങ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ, അതായത് 1 hourൽ മാർക്ക് ചെയ്തത് 3745-43 ആ ഒരു ഏരിയയിലേക്കുള്ള ഫോള്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് തുടരുവാണെങ്കിൽ അങ്ങനെ ഒരു ഫോളിനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അറ്റ് പ്രസൻറ്റ് ഗോൾഡ് ബേസ്ഡ് ഓൺ 30 മിനിറ്റ്സ്. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഗോൾഡിൽ 15 മിനിറ്റ്സിലുള്ള അനാലിസിസ് ആണ്. 15 മിനിറ്റ്സിൽ വരുമ്പോൾ ഗോൾഡ് ഇൻ 15 മിനിറ്റ്സ്.
ഗോൾഡ് ഇൻ 15 മിനിറ്റ്സ്. നമ്മൾ ട്രേഡ് എടുക്കുന്നത് 15 മിനിറ്റ്സിലാണ്. 15 മിനിറ്റ്സിനെ ബേസ് ചെയ്താണ് നമ്മൾ ട്രേഡ് എടുത്തത്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ട്രേഡുകൾ. ലാസ്റ്റ് ട്രേഡ് ഇവിടെ ഷോ ചെയ്യുന്നത്. സോ ഗോൾഡ് 15 മിനിറ്റ്സിൽ ഇവിടെ ഒരു സെല്ലിംഗ് എവിഡൻസ്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കൊരു ബൈയിങ് എവിഡൻസ് കിട്ടി 15 മിനിറ്റ്സിൽ. 30 മിനിറ്റ്സിൽ ഇങ്ങനെ ഒരു ബൈയിങ് എവിഡൻസ് ഇല്ല. ഈ ബൈയിങ് എവിഡൻസിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു ബൈ ട്രേഡ് അന്ന് എടുത്തായിരുന്നു, ഒരു 272 പിപ്പിൻ്റെ പ്രോഫിറ്റ്. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ 15 മിനിറ്റ്സിൽ ട്രെൻഡ് ലൈൻ ബ്രേക്കിങ്ങിന് ശേഷം നമുക്കൊരു ക്ലിയർ സെല്ലിംഗ് ഏരിയ, എവിഡൻസിൻ്റെ ബേസിലല്ല ഈ ട്രേഡ് എടുത്തത്, ബേസ്ഡ് ഓൺ ക്ലിയർ സെല്ലിംഗ് ഏരിയ. അതിൻ്റെ ബേസിൽ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ മാത്രം ട്രേഡ് എൻഡ് ചെയ്തു. നമ്മുടെ ട്രേഡ് ഇവിടെ എൻഡ് ചെയ്തു. കുറച്ച് പേര് നമുക്ക് ശേഷം കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഈ ഒരു ലെവലിൽ, അതായത് ഈ പിവോട്ട് ലെവലിൽ എക്സിറ്റ് അടിച്ചിട്ടുണ്ടാകും. നമ്മൾ മൂവ്മെൻറ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഫസ്റ്റ് ഈ പിവോട്ട് ലെവലിലേക്ക് അവിടുന്ന് ഒരു ചെറിയ റിജക്ഷൻ വന്നു. അതിനുശേഷം അതിനെ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ്. ഓക്കെ, സോ ഇതായിരുന്നു 15 മിനിറ്റ്സിൽ നമ്മൾ ലാസ്റ്റ് എടുത്തത് ട്രേഡ്. 15 മിനിറ്റ്സിൽ ദെയർ ഈസ് നോ ന്യൂ സെല്ലിംഗ് എവിഡൻസ്. 15 മിനിറ്റ്സിൽ അവിടെ ഒരു ന്യൂ സെല്ലിംഗ് എവിഡൻസ് ഇല്ല. ബട്ട് സെൽ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് വരുന്നത്, സോ നമുക്ക് ഈ ലൈനിൽ പൊക്കാം, ഈ ഒരു ലൈനെ പൊക്കാം. സോ ഈ ഒരു ബ്ലൂ ലൈൻ, അതായത് 3758, അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡ് again fall to this blue line 3757. ഓക്കെ, ഫസ്റ്റ് വരുന്നത് 3757.744. അടുത്ത സപ്പോർട്ട് വരാൻ ചാൻസസ് 3754.385. അവിടുന്നും ഒരു ഫോള് വരികയാണെങ്കിൽ സോ നമുക്ക് ആ ട്രേഡുകൾ ലൈവിൽ പ്ലാൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ടോട്ടൽ പ്രതീക്ഷിക്കുന്ന ഫോള് ഈ ഒരു ലെവലിലേക്കാണ്. ഈ ഒരു ലെവലിലേക്കാണ് ഫോള് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇവിടെയുള്ള സപ്പോർട്ടുകളെ ഒന്നും എടുത്തില്ലെങ്കിൽ സപ്പോർട്ടുകൾ നമുക്ക് ആ ടൈമിൽ ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, സപ്പോർട്ടുകളുണ്ട്. അതായത് ഈ ഒരു ബ്ലൂ ലൈന് ശേഷമുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ എൻട്രിക്കുള്ള ചാൻസസ് ഉള്ള ഏരിയ അല്ല, ഒരു ട്രാപ്പ് സോൺ ആണ്. ഓക്കെ, അവിടെ മൾട്ടിപ്പിൾ സപ്പോർട്ടുകളുണ്ട്. ഓക്കെ, സോ ഫോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഡിമാൻഡ് സോണിലേക്കാണ് നമ്മൾ ഫോൾ പ്രതീക്ഷിക്കുന്നത്. അത് വന്നിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതാണ് 3748, 45 ആ ഒരു ലെവൽ. 43 വരെയാണ് മാക്സിമം വരുന്നത്. അത് നമുക്ക് 30 മിനിറ്റ്സിലും 1 അവറിലും ആ ഒരു ലെവലിലേക്കുള്ള ഫോളിനുള്ള ചാൻസസ് കാണിച്ചു. നോക്കാം മൺഡേ മാർക്കറ്റ് ഓപ്പണായി എങ്ങനെയാണ് ഗോൾഡിൻ്റെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് വരുന്നതെന്ന്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിൽ മോർ സെല്ലേഴ്സ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് നോക്കിയപ്പോഴുണ്ടായിരുന്നത്. മോർ സെല്ലേഴ്സ് ആണെങ്കിൽ ഗോൾഡ് മാർക്കറ്റ് വീണ്ടും പ്രൈസ് വിൽ മൂവ്സ് അപ്പ്. ഓക്കെ, സോ ഇതാണ് 15 മിനിറ്റ്സ് ബേസ് ചെയ്തിട്ട് ഉള്ള നമ്മുടെ അനാലിസിസ്. നമ്മൾ മന്ത്ലി ചാർട്ടിൽ അനാലിസിസ് എടുത്തു, അതുപോലെ തന്നെ വീക്ക്ലി ചാർട്ട് അനാലിസിസ് എടുത്തു, ഡേ ചാർട്ട് അനാലിസിസ് എടുത്തു, 4 hour ആൻഡ് 1 hour, then 30 minutes, then final 15 minutes. ഓക്കെ, 5 minutes അനാലിസിസ് നമ്മൾ ചെയ്യുന്നില്ല, 5 minutes ഫോർ സ്കാൽപ്പേഴ്സ്. ഓക്കെ, ഇതാണ് നമുക്ക് ഗോൾഡിൽ ഉള്ള ഒരു അനാലിസിസ് നെക്സ്റ്റ് വീക്കിലേക്ക് വരുന്നത്. സോ ഇനി ഇത് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ ഷുവർലി ഫൈസൽ ഗട്ട്. ഓക്കെ, ഫൈസൽ ഗട്ട് ഫൈസൽ ഗട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇൻ്റർനാഷണൽ വ്യൂവേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ we can use English for Mr. Faisal Gut. So are you in live now? Live now? So you can just reply. So then only I can speak in English. Okay. So if you are in live now, you can just comment. Okay.
നമുക്ക് ഇൻ്റർനാഷണൽ വ്യൂവേഴ്സ് ഉണ്ട്. സോ നമ്മളത് നേരത്തെ പറയാറുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഹിന്ദിയിലോ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. നോ ഇഷ്യൂ, നമുക്കത് വിഷയമല്ല. നമുക്ക് നോക്കാം. പുള്ളി നമ്മുടെ ലൈവിലുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ പുള്ളിക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി एक्सप्लेन ചെയ്യാം. नो इशू, नॉट एन इशू. सो अभी आप लाइव में है तो कोई मुश्किल नहीं. हिंदी और इंग्लिश में आई विल स्पीच. ओके, नो इशू. സോ ഇതാണ് നമുക്ക് ഗോൾഡിൽ നെക്സ്റ്റ് വീക്കിലേക്ക് തരാൻ പറ്റുന്ന ഒരു അനാലിസിസ്. സോ നെക്സ്റ്റ് വീക്കിൽ ഗോൾഡ് ബേസ്ഡ് ഓൺ വൺ ഡേ ചാർട്ട് ഓക്കെ ക്ലിയർ ഒരു സെല്ലിംഗ് എവിഡൻസ് തന്നിട്ടുണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്തൊരു ഫോളോ വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 3717 താഴേക്ക്. ഓക്കെ, ഓക്കെ. സോ ഇതാണ് ബേസ്ഡ് ഓൺ 15 മിനിറ്റ്സ് നമ്മൾ ട്രേഡ് ചെയ്യണ 15 മിനിറ്റ്സിലാണ്. ആ 15 മിനിറ്റ്സിന് ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, സോ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഫണ്ടമെൻ്റൽസുകളാണ്. ഏതൊക്കെ ഫണ്ടമെൻ്റൽസ് ഉണ്ട് എന്നുള്ളത് നോക്കണം. ഗോൾഡ് മാർക്കറ്റിനെ ഷുവറായിട്ടും അത് അഫക്റ്റ് ചെയ്യും. So Mr. Faisal Gad, are you in live now? Okay, you just please drop a comment. I will speak in English. Surely I will speak in English, no issue. Okay, so maybe he is not an Indian. എനിക്ക് തോന്നുന്നത് outside India ആണ്. Okay, no issue. സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും, അതായത് നമ്മളെ ഈ അനാലിസിസിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുമാത്രമല്ല, നമ്മളിന്ന് BTCയിൽ ഒരു ലൈവ് ഷുവറായിട്ടും ചെയ്യും. ഇതിന് ശേഷം BTCയിൽ നമ്മൾ ട്രേഡ് എടുക്കും. ഷുവർലി വി വിൽ ടേക്ക് ന്യൂ ട്രേഡ്സ് ഇൻ BTC. ഓക്കെ, സോ AN മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നമ്മൾ പിവോട്ട് പോയിൻറ്റ്സിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. കറക്റ്റാണ്. പിവോട്ട് പോയിൻറ്റ്സുകളിൽ നിന്നും റിവേഴ്സ് വന്നിട്ടുള്ള ചരിത്രമുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പിവോട്ട് പോയിൻറ്റ്സുകളെല്ലാം ഇട്ടിട്ടുണ്ട്. നോ ഇഷ്യൂ. സോ നമുക്ക് നോക്കാം. ഗോൾഡിൻ്റെ നെക്സ്റ്റ് വീക്കിലേക്കുള്ളൊരു അനാലിസിസാണ് നമ്മൾ ചെയ്തത്. Based on this analysis you can mark the key points. Okay, so ഇനി നമുക്ക് fundamentals. So what are the fundamentals affecting gold market next week? Okay, so ഗോൾഡിൽ നമുക്ക് വരുന്നത് കീ ഫണ്ടമെൻ്റലുകൾ ഏതൊക്കെയാണെന്ന് നോക്കേണ്ടതുണ്ട്. So what are the key fundamentals affecting gold?
BTC ഷുവർലി നോക്കാം. BTC ഷുവർലി നോക്കാം. വെയിറ്റ് നമുക്ക് ടൈമുണ്ട്. നോ ഇഷ്യൂ. BTC 24 hour ആണ്. നോ ഇഷ്യൂ. ഓക്കെ, BTC നമുക്ക് നോക്കാം. സോ ഐ എം വെയിറ്റിംഗ് ഫോർ മിസ്റ്റർ ഫൈസൽ ഘട്ടിനെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണത്. പുള്ളി വരികയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ സ്പീച്ച് ചെയ്യും. ഓക്കെ, BTC നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് അടുത്ത ആഴ്ച വരുന്ന ഫണ്ടമെൻ്റൽസ്, മൺഡേ നമുക്ക് ഫണ്ടമെൻ്റൽസ് ഉണ്ട്. മൺഡേയിൽ ഫണ്ടമെൻ്റൽസ് വരണത് പെൻഡിങ് ഹോം സെയിലിൻ്റെ ഡേറ്റ റിലീസുണ്ട്. അതുപോലെ തന്നെ FOMC മെമ്പേഴ്സിൻ്റെ സ്പീച്ച് ഉണ്ട്. അതിൽ പെൻഡിങ് ഹോം സെയിൽ ഡേറ്റ എന്ന് പറയുന്നത് USD ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അത് ഷുവറായിട്ടും ഗോൾഡ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. സോ നെക്സ്റ്റ് നമുക്ക് പറഞ്ഞത് ട്യൂസ്ഡേയിൽ പറഞ്ഞ ഫണ്ടമെൻ്റൽസുകൾ. ട്യൂസ്ഡേ മെയിൻലി വരണത് FOMC മെമ്പേഴ്സിൻ്റെ സ്പീച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതർ ഡേറ്റാസ് റിലീസുണ്ട്. ജോൾട്ട് ജോബ് ഓപ്പണിങ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ട്യൂസ്ഡേയിൽ ക്ലിയർ ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഉണ്ട്. അത് ഗോൾഡ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ട്യൂസ്ഡേയിലും ഉണ്ട് ഫണ്ടമെൻ്റൽസ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ് ഒക്ടോബർ ഫസ്റ്റിന് ISM മാനുഫാക്ചറിങ് PMI വരുന്നുണ്ട്. അതുപോലെ ക്രൂഡ് ഓയിൽ ഇൻവെൻട്രി, അത് ഓയിലിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ISM മാനുഫാക്ചറിങ് PM എന്ന് പറയുന്നത് ഒരു പ്രധാന ഡേറ്റയാണ്. അതുപോലെ തന്നെ ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച്, അതും പ്രധാന ഡേറ്റയാണ്. 5:45 PM സോ ടൈമുകളൊക്കെ നിങ്ങൾ നോക്കിയേക്കണം. ഗോൾഡിൽ ഫണ്ടമെൻ്റൽ ടൈമിൽ ട്രേഡ് ചെയ്യുന്നവർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം. സോ മിസ്റ്റർ ഫൈസൽ ഘട്ട്, ആർ യു ഇൻ ലൈവ് നൗ? സോ പ്ലീസ് ജസ്റ്റ് ഡ്രോപ്പ് എ കമൻറ്റ്. ഐ വിൽ സ്പീച്ച് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, നോ ഇഷ്യൂ. ഐ വിൽ സ്പീച്ച് ഇൻ ഇംഗ്ലീഷ്. നോ ഇഷ്യൂ. സോ USD അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം വരുന്നുണ്ട്. അത് ട്യൂസ്ഡേയിൽ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം, അത് USD ഡയറക്റ്റ് അഫക്റ്റ് ചെയ്യുന്ന സാധനമാണ്. അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഡേറ്റ ആണ്. ഓക്കെ, സോ അത് വരുന്നത് തേഴ്സ്ഡേയിലാണ്. ഫ്രൈഡേയിൽ നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ നോക്കി വെച്ചതാണ് ഇമ്പോർട്ടൻ്റ് ഫണ്ടമെൻ്റൽ നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച്. ഓക്കെ, സോ നോക്കാം. ഇതൊക്കെയാണ് അടുത്ത ആഴ്ച മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാനുള്ള ഡേറ്റകൾ, ഫണ്ടമെൻ്റൽ ഡേറ്റ റിലീസുകൾ. ഓക്കെ, സോ പുള്ളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു നമുക്ക് ഇൻ്റർനാഷണൽ വ്യൂവേഴ്സ് ഉണ്ട്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണത്. സോ ഇൻ്റർനാഷണൽ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ റൈറ്റിങ്സ് എല്ലാം കൊടുക്കുന്നത്. സോ നമുക്കിങ്ങനെ ഒരു സ്പീച്ച് കമൻട്രി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത സമയത്തില്ലായിരുന്നു. സോ നമുക്ക് മലയാളി വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് കമൻട്രി ഇൻ മലയാളം സ്റ്റാർട്ട് ചെയ്തത്. നമുക്കൊരു നല്ല മലയാളികളുടെ ഒരു കമ്മ്യൂണിറ്റി, ട്രേഡേഴ്സ് കമ്മ്യൂണിറ്റി മേക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കമൻട്രി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ ഇതാണ് ഗോൾഡിൽ നെക്സ്റ്റ് വീക്ക് നമുക്ക് തരാനുള്ള ഒരു അനാലിസിസ്. സോ ഇനി നമുക്ക് ഗോൾഡ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഒന്ന് നോക്കിയേക്കാം. ഗോൾഡ് മാർക്കറ്റിൽ
ഓക്കെ, ഗോൾഡ് മാർക്കറ്റ് അറ്റ് പ്രസൻറ്റ് ഗോൾഡ് മാർക്കറ്റിൽ 51.23% ഓഫ് ബയ്യേഴ്സാണ് ബൈയിങ് പൊസിഷൻസ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്, നഷ്ടത്തിലുള്ളവർ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനിലാണ് എങ്കിൽ മാർക്കറ്റ് അടുത്ത ഡേയിൽ ഓപ്പണായി ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ ഫർദർ ഡൗൺഫോൾ, മാർക്കറ്റ് മൂവ്സ് ഡൗൺ അഗെയിൻ ബിക്കോസ് മോർ ബയേഴ്സ് ഓപ്പൺ ബൈ ട്രേഡ്സ്. ഓക്കെ, സോ അതുകൊണ്ട് മാർക്കറ്റ് മൂവ്സ് ഡൗൺ. ഓക്കെ, സോ based on current market sentiments data from various brokers and data given platforms, നമുക്ക് കിട്ടിയേക്കുന്നത് ആവറേജ് 51.23% ബയേഴ്സ് ആണ്. സോ ഗോൾഡ് വിൽ ഫോൾ അഗെയിൻ. സോ ഇതാണ് നെക്സ്റ്റ് വീക്കിൽ ഗോൾഡിൽ വരണ ഗോൾഡിൽ എക്സ്പെക്റ്റ് ചെയ്യണ ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ കറണ്ട് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഡാറ്റ. ഇത് മാറും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് വേണമെങ്കിൽ കോഡ് റിപ്പോർട്ട് നോക്കാം. ഗോൾഡിൻ്റെ കോഡ് റിപ്പോർട്ട് കിട്ടുമോ നോക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഷുവറായിട്ട് നമ്മൾ ഇംഗ്ലീഷിലും കമൻട്രി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ബേസിക്കലി നമ്മുടെ മലയാളീസിനെല്ലാം ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, നോ ഇഷ്യൂ. സോ അതുകൊണ്ട് അവർക്കൊരു വിഷയമല്ല അത്. സോ ഹിന്ദിക്കാർ വരാറുണ്ടോ നമ്മുടെ ലൈവ്? സോ അവർക്ക് ഇംഗ്ലീഷ് പ്രശ്നം വരില്ല. സോ കീ എൻട്രികളും അതുപോലെ എക്സിറ്റ് ലെവലും ഇതെല്ലാം നമുക്ക് ഇംഗ്ലീഷിലും കൂടി റിപ്പീറ്റ് ചെയ്യാം, നോ ഇഷ്യൂ. സോ നമുക്ക് ബി ടി സിയിലേക്ക് പോവാം. ഇതൊന്ന് എൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബി ടി സിയിലേക്ക് പോവാം. ബി ടി സിയിലേക്ക് നമുക്ക് ഇത് എൻഡ് ചെയ്ത് ഒരു ന്യൂ ലൈവ് തുടങ്ങാം. സമയമുണ്ട് 8 മണി. ഓക്കെ, നോക്കാം. നമുക്കൊരു 10-12 മണി വരെ ഇന്ന് ലൈവ് ചെയ്യാം. സൺഡേ ഈസ് ഹോളിഡേ, നോ ഇഷ്യൂ. സോ ഗോൾഡിൽ ബേസ് ചെയ്തിട്ട് ഈ അനാലിസിസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. നമുക്കൊരു പോൾ ഇടാം. ഗോൾഡ് മാർക്കറ്റിൽ ഒരു പോൾ ഇടണം. ഗോൾഡ് ഫോൾ ആകുമ്പോൾ മുകളിലോട്ട് പോകുമെന്നുള്ളത് ബേസ് ചെയ്തിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോൾ ചെയ്യാം. ആൾക്കാർ വോട്ട് ചെയ്യട്ടെ, നോക്കാം. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നോക്കാം. ഗോൾഡ് സെൽ മൂവ്മെൻറ്റ്, സെൽ സൈഡിലെ മൂവ്മെൻറ്റ് നമ്മൾ പറഞ്ഞു ബേസ്ഡ് ഓൺ 15 മിനിറ്റ്സ് ഗോൾഡ് സെൽ സൈഡ് മൂവ്മെൻറ്റ്. ഫസ്റ്റ് റെസിസ്റ്റൻസ് നൗ അറ്റ് പ്രസൻറ്റ് വി ആർ ഇൻ 15 മിനിറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ ഈസ് at 3757.814. then this support will break, it will fall towards this demand zone. So maximum fall up to 3743. we are hoping only. Okay, no confirmation. Okay, so moving to this area, this blue line, we have more probability. Okay, so more probability to touch this line. Okay, so അതുകൊണ്ട് നിങ്ങൾക്ക് ഗോൾഡ് ബേസ് ചെയ്തിട്ട്
ഇപ്പോൾ നമ്മൾ നടത്തിയ അനാലിസിസിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ നമുക്ക് അല്ലെങ്കിൽ ഇത് കൺക്ലൂഡ് ചെയ്യാം. കോഡ് റിപ്പോർട്ട്സ് ഒന്ന് നോക്കാം. കോഡ് റിപ്പോർട്ട് ഇൻ ഗോൾഡ് ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിൽ നമുക്ക് നോക്കാം. കോഡ് ഡാറ്റ ഹായ് ബ്രദർ. സോ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്തതുള്ള നമ്മൾ ഗോൾഡിൽ ഒരു അനാലിസിസ് ചെയ്യുമായിരുന്നു നെക്സ്റ്റ് വീക്കിലേക്കുള്ള. സോ നമ്മൾ ലൈവ് നമ്മൾ 5 PM തന്നെ യൂട്യൂബിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ കൊടുത്തായിരുന്നു 5 PM. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. സോ നമുക്കെല്ലാം പെട്ടെന്നായിരുന്നു. ഓക്കെ, സോ നിങ്ങൾ യൂട്യൂബ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഗോൾഡ് അവസ്ഥ ഒന്ന് ഷോർട്ടായി പറയാമോ? ഗോൾഡ് അവസ്ഥ നമുക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. സോ അല്ലെങ്കിൽ ലൈവ് പിന്നെ ഒന്ന് നോ ഇഷ്യൂ, ലൈവ് കണ്ടാൽ മതി. നോ ഇഷ്യൂ, ലൈവ് കണ്ടാൽ മതി. നിങ്ങൾക്ക് കണ്ടാൽ മതി. വീണ്ടും ഒന്ന് നമ്മൾ മന്ത്ലി ചാർട്ട് തൊട്ട് നമ്മൾ 15 മിനിറ്റ്സ് വരെ നമ്മൾ അനാലിസിസ് ചെയ്തു. ഓക്കെ, so gold based on quote report more buyers open buy positions. Okay, more buyers open buy position, that means gold ഇനിയും താഴോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഗോൾഡിലെ അറ്റ് പ്രസൻറ്റ് സെൻറ്റിമെൻറ്റ്സ്, മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സും 51.23% ആവറേജ് ബയേഴ്സാണ്. ഓക്കെ, സോ ഗോൾഡിൽ നമ്മൾ ലാസ്റ്റ് എടുത്ത ട്രേഡ് ഇതാണ്. ഈ ട്രേഡ് നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ എൻഡ് ചെയ്തതാണ്. ഓക്കെ, ഷാലാറെ ഹായ് ബ്രദർ. നമ്മുടെ അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗോൾഡ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു അനാലിസിസാണ് നമ്മൾ ചെയ്തത്. ഇത് ബേസ് ചെയ്തിട്ട് എനി ക്വയറീസ് യു ക്യാൻ ആസ്ക്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഹാഷിം വയനാടുണ്ട്. പുള്ളി നമ്മുടെ സ്ഥിരം വ്യൂവറാണ്. ഓക്കെ, പുള്ളി നമ്മളൊരു മോഡറേറ്ററായിട്ട് സോ നമുക്ക് ഇൻ്റർനാഷണൽ വ്യൂവേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു വ്യൂവർ പുള്ളി നമ്മുടെ അനാലിസിസിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്. നമ്മുടെ അനാലിസിസ് നമ്മൾ നേരത്തെ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇംഗ്ലീഷ് റൈറ്റിങ്ങിൽ ഷോർട്ട് വീഡിയോ ആക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഗോൾഡ്. നമ്മളിപ്പം മലയാളത്തിൽ ലൈവ് കമൻട്രി തുടങ്ങിയപ്പോഴാണ് നമ്മൾ മലയാളത്തിൽ ചെയ്തത്. പുള്ളി ഇംഗ്ലീഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോ ഇഷ്യൂ. പുള്ളി തിരിച്ചു വന്നാൽ നമ്മൾ ഷുവറായിട്ടും ഇംഗ്ലീഷിൽ എഗൈൻ ഒരു അനാലിസിസ് ചെയ്യും. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു റെക്കോർഡ് വീഡിയോ ഷുവറായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. നോ ഇഷ്യൂ. ഓക്കെ, സോ ഇതാണ് ഗോൾഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ്. നമ്മൾ 7 PM സ്റ്റാർട്ട് ചെയ്തു. ഇനി ഒരു 1 മിനിറ്റ്, ഒരു 5 മിനിറ്റ്സ് ഓർ 10 മിനിറ്റ്സ് കൂടി നമുക്ക് നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ ഗോൾഡിൻ്റെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള അനാലിസിസ് നമുക്കിവിടെ എൻഡ് ചെയ്യാം. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് BTCയിലേക്ക് മൂവ് ചെയ്യാം. BTCയിലേക്ക് ലൈവ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ എനി ഡൗട്ട് ഇൻ ഗോൾഡ് ട്രേഡിങ്ങിൽ. പിന്നെ നമ്മുടെ ഹാഷിം വയനാട് ബ്രദർ, നമ്മളിപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടൈം ഫ്രെയിം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ടെക്സ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അതിന് വരെ നമ്മളൊരു വാട്ടർ മാർക്ക് കൊടുത്തേക്കാണ്. ഈ വാട്ടർ മാർക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഇത് 15 മിനിറ്റ്സ് XAUSD 15 മിനിറ്റ്സ് ഈ വാട്ടർ മാർക്ക്. സോ നമ്മളിപ്പോൾ അത് 30 മിനിറ്റ്സിലേക്ക് മാറുമ്പോൾ ക്ലിയർ അവിടെ ആയിക്കോളും. നമ്മൾ ഇത് ഇങ്ങനെ ഒരു ടെസ്റ്റ് എഡിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയണം. ഇത് കാണാൻ പറ്റിയാൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ടൈം ഏത് ടൈമിലാണ്, അതായത് ഏത് ടൈം ഫ്രെയിമിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ട് എൻട്രി എക്സിറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ,
സോ ഇത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് റിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ വീണ്ടും പഴയ രീതിയിൽ പഴയ രീതിയിൽ നമ്മളിവിടെ എഴുതി കാണിക്കും. സോ ഇത് 15 മിനിറ്റ്സിലാണ് നമ്മൾ ട്രേഡ് ചെയ്തത്. ഓക്കെ, 15 മിനിറ്റ്സിൽ നമ്മളിങ്ങനെ ടെക്സ്റ്റ് ചെയ്ത് കാണിക്കും. സോ വാട്ടർമാർക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ട്രേഡ് വ്യൂവിൻ്റെ ഫ്യൂച്ചറാണത്. അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ എനിക്ക് ഇതിനായിട്ട് മെനക്കെടേണ്ടതില്ല. ഓരോ പ്രാവശ്യം നമ്മൾ ടൈം ഫ്രെയിമുകൾ മാറ്റാറുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ടൈം ഫ്രെയിം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമെങ്കിൽ. സോ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ. കാര്യം നമ്മളിപ്പോൾ ട്രേഡ് എടുത്ത് ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ നിൽക്കാറുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് ടൈം ഫ്രെയിം അറിയണം. ഇത് ഒഴിവാക്കിയേക്കാം. അതായത് ഇതൊക്കെ ഇനി നമുക്ക് അടുത്ത വീക്കിൽ നോക്കാം. നെക്സ്റ്റ് വീക്കിലെ സെൻറ്റിമെൻറ്റ്സ് മതി. സോ ഇതും വേണ്ട. നമ്മൾ ക്യാൻഡിൽസ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയണം. ഓക്കെ, ടൈം ഫ്രെയിം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതെന്ന് അറിയണം. സോ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ലൈവ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഗോൾഡ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിൻ്റെ അവസ്ഥ നമ്മൾ നോക്കി. കറണ്ട് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ്, കോട്ട് റിപ്പോർട്ട് നോക്കി, കോട്ട് ഡേറ്റ, ബേസ്ഡ് ഓൺ കോട്ട് ഡേറ്റ. ഗോൾഡ് മോർ ബയേഴ്സ് ആണ്. ഓക്കെ, സോ 83.1% ബയേഴ്സ് ആണ്. ഓക്കെ, ബയേഴ്സ് ആണ് ബേസ്ഡ് ഓൺ കോട്ട് ഡേറ്റ. ഓക്കെ, ബയേഴ്സ് ബൈ പൊസിഷൻസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ ഇതാണ് ഗോൾഡിൽ നമുക്കുള്ള അനാലിസിസ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ഇനി ഒരു 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. എനിവൺ ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. ഓക്കെ, സോ അതർവൈസ് നമുക്ക് നമ്മുടെ ഫൈസൽ ഘട്ടിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മുടെ പഴയത് മാതിരി ഒരു ഷോർട്ട് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു അനാലിസിസ് ഇടാം. നോ ഇഷ്യൂ. ഓക്കെ, സോ സഹൽ പുതിയ ആളാണ്. ഗോൾഡ് 330 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ടോക്കിയോ സെഷൻ വരണം. ടോക്കിയോ സെഷൻ ഒരു 4 മണിക്ക് ശേഷമൊക്കെ ഒരു മൂവ്മെൻറ്റ് വരും. ഏഷ്യ സെഷനിൽ സ്ലോ മൂവ്മെൻറ്റാണ്. മാർക്കറ്റ് മൂവ്മെൻറ്റ് നല്ലത് വരുന്നത് UK സെഷൻ്റെ ഓപ്പണിംഗ് ടൈമാണ്. അതുപോലെ തന്നെ NY സെക്ഷൻ്റെയും UK സെക്ഷൻ്റെയും കൂടി ഒരു ഓവർലാപ്പ് വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 5:30 PM. 5:30 PM ഒരു ഓവർലാപ്പ് വരുന്നു. അതായത് 6 PM ആ ഒരു ടൈം, ആഫ്റ്റർ 5:30 ആ ഒരു ടൈമിൽ നല്ല മൊമെൻറ്റം വരുന്ന ടൈമാണ്. മാർക്കറ്റ് വോളറ്റാലിറ്റി ഭയങ്കരമായിരിക്കും. പിന്നെ UK സെഷൻ്റെ ഓപ്പണിംഗ് ടൈം പ്രീ ഓപ്പണിംഗ് വരുന്നത് 10:30 AM to 11:30. സോ പിന്നെ ടോക്കിയോ സെഷൻ്റെ ഓപ്പണിംഗ് സമയം. ഓക്കെ, ടോക്കിയോ സെഷൻ്റെ ഓപ്പണിംഗ് ടൈം ഞാൻ പറയാം. ജസ്റ്റ് വെയിറ്റ്. സോ 5:30 AM ആണ് വരുന്നത് ടോക്കിയോ സെഷൻ ഓപ്പണിംഗ് ടൈം വരുന്നത്. ടോക്കിയോ സെഷൻ്റെ ക്ലോസിംഗ് ടൈം വരുന്നത് 2:30 PM ആണ്.
സോ ഇനി ഗോൾഡ് ഒരു ഫോളിലാണ് എന്താണ് ഓപ്പണിംഗ് ആവുന്നതെങ്കിൽ, മാർക്കറ്റ് ഫോളിലാണ് ഓപ്പണിംഗ് ആവുന്നതെങ്കിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ആ ഗ്യാപ്പ് ക്ലിയർ ചെയ്യാനായിട്ട് അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് വരും. ഓക്കെ, സോ നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. നിങ്ങൾ ഉറക്കം കളഞ്ഞ് മോർണിംഗിൽ ട്രേഡ് എടുക്കാനായിട്ടൊന്നും നിൽക്കണ്ട. ഓക്കെ, സോ നമുക്ക് നല്ല ട്രേഡുകൾ കിട്ടും. നാളെ ഫസ്റ്റ് താഴോട്ട് പോയി സ്പോട്ടിൽ മേലോട്ട് പോവും. അത് എത്ര മിനിറ്റിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നോക്കാം, പുള്ളിയുടെ ഒരു പ്രൊഡിക്ഷനാണ്. സാധാരണ മാർക്കറ്റ് ഓപ്പണിംഗ് ഒരു ഗ്യാപ്പിലാണ് ഞാൻ കാണിച്ചു തരാം. സോ ലുക്ക് അറ്റ് ദിസ്. ഇത് ഇത് 25-ന് മാർക്കറ്റ് ഓപ്പണിംഗ് ആയത് ഈ ഒരു ഗ്യാപ്പിൽ കണ്ടല്ലോ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പിലാണ്. ഓക്കെ, മാർക്കറ്റ് ഓപ്പണിംഗ് ഈ ഒരു ഗ്യാപ്പിലായിരുന്നു. സോ ഗ്യാപ്പിട്ട് മുകളിൽ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. പിന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ദാണ്ട ഈ റെഡ് ക്യാൻഡിൽ ഗ്യാപ്പ് ഫില്ലായി. ഓക്കെ, ഈ സപ്പോർട്ട് ലെവലുകൾ ഇവിടെ ഉണ്ടെങ്കിൽ മാർക്കറ്റ് ആ സപ്പോർട്ട് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുള്ളി പറഞ്ഞ മാതിരി മുകളിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഓപ്പണിംഗ് എങ്ങനെയെങ്കിലും ആവട്ടെ. നമ്മളാരും പൊസിഷൻസ് ഒന്നും ഓപ്പൺ ആക്കി ഇട്ടിട്ടില്ല. പൊസിഷൻസ് ഓപ്പൺ ആക്കി ഇട്ടിട്ടുള്ളവർ വറീഡ് ആവും. ബിക്കോസ് മാർക്കറ്റ് ഇപ്പോൾ ഒരാൾ ബൈ പൊസിഷനാണ് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നതെങ്കിൽ മാർക്കറ്റ് താഴെ നിന്നാണ് ഓപ്പണിംഗ് ആവുന്നതെങ്കിൽ അയാളുടെ SL എല്ലാം അടിച്ചു പോവും. ഓക്കെ, സോ ഇനി ഒരാൾ സെല്ലിൽ പൊസിഷൻ ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ് എങ്കിൽ മാർക്കറ്റ് വീണ്ടും ഡൗൺഫോൾ ചെയ്ത് താഴെ നിന്നാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ അയാൾക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, സോ അത് ലക്കാണ്. സോ അങ്ങനെയുള്ളൊരു ഗാംബ്ലിംഗ് പരിപാടിയല്ല നമ്മൾ ചെയ്യണത്. നമ്മൾ അനാലിസിസ് ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കണവരാണ്. നമ്മൾ ഭാഗ്യത്തിൻ്റെ പിന്നാലെ പോകണതല്ല. ഓക്കെ, സോ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. സോ ഈ ഒരു സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. സോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. ജസ്റ്റ് ഒരു 1 മിനിറ്റ് കൂടി കഴിഞ്ഞ് നമ്മളിവിടെ ഈ ലൈവ് എൻഡ് ചെയ്യും. അതിനുശേഷം BTCക്ക് നമ്മൾ ന്യൂ ലൈവ് സ്റ്റാർട്ട് ചെയ്യും. ഓൺ ദ സ്പോട്ട് BTC നമ്മൾ ന്യൂ ലൈവ് സ്റ്റാർട്ടാവും. ഓക്കെ, സോ അതാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ ഗോൾഡ് അനാലിസിസ് based on monthly chart, daily chart, weekly chart, 4 hour, 1 hour, 30 minutes and 15 minutes നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, സോ എനി ഡൗട്ട് റിലേറ്റഡ് ടു XAUSD നെക്സ്റ്റ് മന്ത് ഓപ്പണിംഗ് കൂടിയാണ്. നെക്സ്റ്റ് വീക്ക് യു ക്യാൻ ആസ്ക്. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്, ഒന്നും കൂടി പറയാം. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ഞാൻ കാണിച്ചു തരാം. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് റെസിസ്റ്റൻസ് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് ഗോൾഡ്. മന്ത്ലി ചാർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് റിജക്ഷൻ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഗോൾഡ്. ഓക്കെ, സോ മന്ത്ലി ചാർട്ടിൽ നമുക്ക്
ഓഗസ്റ്റ് മന്ത് ക്ലിയർ ബൈയിങ് എവിഡൻസ് അതിനെ റെസ്പെക്റ്റ് ചെയ്തു. സെപ്റ്റംബറിലും ബുള്ളിഷ് മൂവ്മെൻറ്റ്. ഓക്കെ, മന്ത്ലി ചാർട്ട് ഗോൾഡ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തുടർന്നാൽ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കാം. സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ ഒരു ഓവർ ബ്രോട്ട് കണ്ടീഷനിലാണ്. അപ്പോൾ ഒരു ഫോളിനുള്ള ചാൻസസ് ഉണ്ട്. ഇനി അങ്ങനെ ഒരു ഹെവി ഫോൾ വന്നു കഴിഞ്ഞാൽ വീക്കിലി ചാർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യും. വീക്കിലി ചാർട്ടിൽ ഒരു ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്. വീക്കിലി ചാർട്ട് ഇതായിരുന്നു ആ സെല്ലിംഗ് എവിഡൻസ്. അതിനെ റെസ്പെക്റ്റ് ചെയ്ത് അത്രത്തോളം ഒരു ഫോള് വരുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. ഓക്കെ, സോ ഈ ഫോളെല്ലാം ഇവിടെ ഉണ്ടായ ഈ ഫോള് ഇതിന് ശേഷം മാർക്കറ്റിൽ ഒരു ഹൈ ഇമ്പാക്റ്റ് ഫണ്ടമെൻ്റൽ ഉണ്ടായി. അതാണ് പിന്നീട് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനെല്ലാം കാരണം. അത് ഓഗസ്റ്റ് 22 ഫെഡ് ചെയർമാൻ പോളിൻ്റെ സ്പീച്ചായിരുന്നു. അതിനുശേഷം അതായത് ഫെഡ് റേറ്റ് കുറയ്ക്കുമെന്ന് പുള്ളി സൂചന കൊടുത്തു. അതിനുശേഷം നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഡേയിലേക്ക് വരുമ്പം ഡേ ചാർട്ടിൽ ഒരു സെല്ലിംഗ് എവിഡൻസ് തന്നിട്ടുണ്ട്. ഡേ ചാർട്ടിലെ ഈ സെല്ലിംഗ് എവിഡൻസിൻ്റെ കാരണം ട്യൂസ്ഡേ നൈറ്റിൽ പോളിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷമാണ് വീണ്ടും ഒരു ഫോൾ വന്നത്. സോ ഇത്രയാണ് നമുക്ക് ഗോൾഡ് നമ്മൾ എൻഡ് ചെയ്യുകയാണ്. ഈ ലൈവ് നമ്മൾ BTCയിൽ പുതിയൊരു ലൈവിലേക്ക് വരും. ഓക്കെ, നോ ഇഷ്യൂ. സോ നിങ്ങൾ ആ ലൈവിലേക്ക് എൻട്രി എടുത്തോ. നമുക്ക് ഇതിവിടെ എൻഡ് ചെയ്യാം.